പുതിയ പ്രശ്നങ്ങൾ വന്നതോടെ വയനാടിനെ മറന്നു എന്നൊക്കെ ചില ചർച്ചകൾ കണ്ടു. അവരോടാണ്, ആരൊക്കെ മറന്നാലും വയനാടിനെയും അവിടുത്തെ ജനങ്ങളെയും സർക്കാർ മറന്നിട്ടില്ല. വയനാടിന്റെ അതിവേഗത്തിലുള്ള അതിജീവനത്തിന് എല്ലാ ശ്രമങ്ങളും ഊർജിതമായി തന്നെ നടക്കുകയാണ് ഇപ്പോഴും. പുനരധിവാസം ഉറപ്പാക്കുമെന്ന വാക്ക് പാഴ്വാക്കായില്ല. ക്യാമ്പുകളിൽ കഴിഞ്ഞ ദുരിതബാധിതർക്ക് 26 ദിവസം കൊണ്ട് താൽക്കാലിക പുനരധിവാസം ഒരുക്കാനായി. ധനസഹായ വിതരണവും അതിവേഗം പൂർത്തിയാക്കുന്നു. 8 കോടിയിലേറെ രൂപയാണ് ഇതിനകം ദുരന്തബാധിതർക്ക് വിതരണം ചെയ്തത്. ഇപ്പോൾ ദുരിതബാധിതർക്ക് ഒറ്റനില വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഒരു മനസ്സോടെ തീരുമാനമായിരിക്കുകയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ. അല്ലെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മലയാളി എന്നും ഒറ്റക്കെട്ടാണല്ലോ. 1000 ചതുരശ്ര അടിയിലായി ഒരേപോലുള്ള വീടുകളാകും നിർമ്മിക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം മികച്ച ഗുണനിലവാരവും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. തൊഴിലെടുക്കാൻ കഴിയുന്ന പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തും. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകും. കടങ്ങൾ എഴുതിത്തള്ളാൻ സർക്കാർ ഇടപെടും. നേരത്തെ തന്നെ ചൂരൽമല ശാഖയിലെ വായ്പകളെല്ലാം കേരള ബാങ്ക് എഴുതി തള്ളിയിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും വയനാടിന് പുത്തൻ ജീവൻ നൽകാൻ നിരന്തരം ശ്രമം നടത്തുകയാണ് സർക്കാർ. ദുരന്തത്തിനിരയായ സഹജീവികളെ ചേർത്ത് പിടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൂർണ്ണ മനസ്സോടെ മനുഷ്യസ്നേഹികൾ സംഭാവന നൽകുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി ഈ ദുരന്തത്തെയും കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും.